ഹായ് വെൽക്കം ടു ചായ് ടോക്ക് വിത്ത് ഇഷാൻ. ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു തിരക്ക് പിടിച്ച ജീവിതമാണല്ലേ മൊത്തത്തിൽ. ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്കൂള് കഴിഞ്ഞ് നേരെ കോളേജിൽ പോയി സപ്ലി ഒക്കെ കഷ്ടപ്പെട്ട് എടുത്തിട്ട് ഡയറക്റ്റ് ജോബിന് പോയാൽ ജോബ് കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അത് അങ്ങനെയല്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഇഷാൻ ഒരുപാട് ലേൺ ചെയ്യുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല അങ്ങനെയല്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ വൈകിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുക അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിക്കാൻ ചെറുതായിട്ടുണ്ടാകുമ്പോൾ അതൊരു പ്രയോറിറ്റിയാണ്. സസ്റ്റൈനബിൾ ആയിട്ട് പോകാനുള്ള ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ വിച്ച് കീപ്സ് യു ഹാപ്പി മോസ്റ്റ് ഓഫ് ദ ടൈം. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഇഷാൻ മുഹമ്മദ് ആണ്. ഇഷാൻ കഥയുടെ ഫൗണ്ടർ ആണ്. അതിനേക്കാളും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരേ നാട്ടുകാരാണ്. ഇഷാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഇനി ബാക്കി ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇഷാൻ തന്നെ ഇഷാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സഫ്ന. അപ്പോൾ സഫ്ന പറഞ്ഞ പോലെ ഞാൻ കാസർഗോഡ് നിന്നാണ്. ബട്ട് ലൈക്ക് സ്റ്റാർട്ടിങ് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ആക്ച്വലി എനിക്കൊരു ഭയങ്കര നല്ലൊരു ജേർണി ആയിരുന്നു. ആദ്യം ഞാൻ തൃശ്ശൂർ പോയി PC തോമസ് സാറിൻ്റെ അടുത്ത്. കേരളത്തിൽ മൊത്തമുള്ള സ്റ്റുഡൻസിനെ ഒന്നിച്ച് പഠിക്കാനും എൻഗേജ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് നെക്സ്റ്റ് വെൻ ഐ ലുക്ക് ബാക്ക് ഒരു വലിയൊരു ജമ്പ് പോലെ തോന്നിയത് ബിച്ച് പിലാനിയിലേക്ക് പോയപ്പോഴാണ്. അവിടെ എനിക്ക് ഫ്രം അക്രോസ് ദ കൺട്രി എനിക്ക് ക്ലാസ്മേറ്റ്സ് ഉണ്ടായി. ആൻഡ് ദെൻ അഗെയിൻ ലൈക്ക് അത് കഴിഞ്ഞിട്ട് ലാർജ്ലി ഞാൻ സ്റ്റാർട്ടപ്പ് ഇതിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും ഇടയ്ക്ക് ഞാൻ UPSC 2 തവണ അറ്റംപ്റ്റ് ചെയ്തു. അവിടെയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് എത്ര പുഷ് ചെയ്യാൻ പറ്റും. ലൈക്ക് UPSC റിയലി ടെസ്റ്റ് യുവർ പേഷ്യൻസ് ആൻഡ് ലൈക്ക് എബിലിറ്റി ടു പെർസീവർ. അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇടുക, കണ്ടിന്യൂസ് ലേണിംഗ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ബേസ് എസ്റ്റാബ്ലിഷ് ചെയ്ത UPSC ആണ്. രണ്ട് ടൈം അറ്റംപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഐ തിങ്ക് ലൈക്ക് പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാർട്ടപ്പ് വന്നപ്പോഴേക്കും റിലേറ്റീവ്ലി പ്രിപ്പയർഡ് ആയിരുന്നു സ്റ്റാർട്ടപ്പ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ ഗ്രൈൻഡിന് ശേഷം കുറേയും കൂടി എനിക്ക് തോന്നുന്നു കുറേയും കൂടി ബെറ്റർ ഫിറ്റായി സ്റ്റാർട്ടപ്പ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം മുൻഷിജി എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് ചെയ്തായിരുന്നു. ഒരു ബുക്ക് കീപ്പിംഗ് ആപ്പായിരുന്നു. അത് കഴിഞ്ഞ് പാർക്ക് പ്ലസ് എന്ന് പറയുന്ന ഒരു ലൈക്ക് വൺ ഓഫ് ദ ലീഡിങ് സ്റ്റാർട്ടപ്പ്സ് അക്രോസ് ദ കൺട്രി. അതിൽ ഞാനൊരു വേർട്ടിക്കൽ ലീഡായി ജോയിൻ ചെയ്തു. പിന്നെ ഒരു പുതിയ വേർട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ലീഡ് ചെയ്തു, അതിൻ്റെ ഓപ്പറേഷൻസ്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കഥയിലേക്കാണ്. ഓക്കെ, കഥ നമ്മളൊരു ന്യൂസ് നോൺ നെഗറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞ ആശയം വെച്ച് തുടങ്ങിയെങ്കിലും പിന്നെ കണ്ടിന്യൂസ്ലി ലൈക്ക് കോണ്ടന്റ് ഡിസ്ട്രിബ്യൂഷനിലാണ്. ലൈക്ക് ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ എൻജിനീയേഴ്സാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ, ഡേറ്റ, ടെക് ഇതൊക്കെയാണ് നമുക്ക് കുറേയും കൂടി എന്താണ് ഫിറ്റായിട്ട് തോന്നിയത്. ഓക്കെ, ഇൻഹെറൻ്റ്ലി അതായിരുന്നു നമ്മളെ കോളിങ്. അപ്പോൾ വി കെപ് ബിൽഡിങ്. പിന്നെ മാർക്കറ്റിൽ നിന്ന് എന്താ പൾസസ് കിട്ടിയപ്പോൾ ഐട്രേറ്റ് ചെയ്ത് വന്ന് വി ആർ കറൻ്റ്ലി ഇൻ ലൈക്ക് കോണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ, ലൈക്ക് ആഡ്സ് സ്പെസിഫിക്കലി. അതൊരു പുതിയൊരു വേയിലാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ലൈക്ക് അക്രോസ് ഇൻഡസ്ട്രി പല രീതിയിലും ഉണ്ട്. ആഡ് ഇൻഡസ്ട്രി കണ്ടിന്യൂസ്ലി ഐട്രേറ്റീവും ഇന്നോവേറ്റീവും ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഇതിൽ തന്നെ പേഴ്സണൽ അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഐ വുഡൻറ്റ് സേ കംപ്ലീറ്റ്ലി പുതിയൊരു ഐഡിയ, ബട്ട് ലൈക്ക് വെരി ക്ലോസ് ടു ഹൗ ഡിജിറ്റൽ വേൾഡിൽ വേർഡ് ഓഫ് മൗത്ത് നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശയം പോലെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ദാറ്റ്സ് ബേസിക്കലി അബൌട്ട് മീ. എന്തായാലും അടിപൊളിയാണ് ഇഷാൻ. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഈ സ്റ്റാർട്ടപ്പിലേക്ക് എത്തിയത്? ദ ഓവറോൾ എക്സ്പീരിയൻസ് ആൻഡ് ദ സ്ട്രഗിൾ യു ഫേസ്ഡ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് മേജറായിട്ട് തോന്നുന്ന 2 ടേണിംഗ് പോയിൻറ്റ്സ് വുഡ് ബി, ഒന്ന് UPSC കഴിഞ്ഞിരിക്കുമ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് ആൻഡ് ലൈക്ക് ഞാൻ ഡിസൈഡ് ചെയ്യുന്ന 2 അറ്റംപ്റ്റ് ചെയ്യണം ആൻഡ് ലൈക്ക് ഫുള്ളി പ്രിപ്പയർ ആയിട്ട് പോയതായിരുന്നു സെക്കൻഡ് അറ്റംപ്റ്റിൽ. സോ ഫ്രം മൈ എൻഡ് ദർ വാസ് നത്തിങ് മോർ ടു ഗിവ്. ലൈക്ക് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പിയേർഡ് ഔട്ട് ഓഫ് നോ വെയർ ആൻഡ് സെഡ് ലൈക്ക് ഐ ന്യൂ കുറേ ആൾക്കാർ ഇൻ മൈ ബാച്ച്. സോ ഹി കെയിം ഇൻ ആൻഡ് ആസ്ക്ഡ് ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യുമോ, ഒരു കോഫൗണ്ടറെ ഞാൻ നോക്കുകയാണ്, നോൺ ടെക് കോഫൗണ്ടറെ. വി ഹാഡ് എ ലോങ് നൈറ്റ് ആൻഡ് ലൈക്ക് ഐ വാസ് സെയിങ് ഈ ഫ്രണ്ട് പ്രോബ്ലി ഫിറ്റ്, ഈ ഫ്രണ്ട് പ്രോബ്ലി ഫിറ്റ്. അങ്ങനെ ഡിസ്കഷൻ നടന്നു വന്നിട്ട് ബൈ ദി എൻഡ് ഓഫ് ദ ഡേ ലൈക്ക് എനിക്കൊന്ന് ഇറ്റ് വാസ് എൻ ഓൾ നൈറ്റർ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഈസ് ലൈക്ക് വൈ ഡോണ്ട് യു കം ആൻഡ് ട്രൈ ഫോർ ഫ്യൂ ഡേയ്സ്. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ, ഞാൻ ഫ്രീ ആണ്, മൈറ്റ് ആസ് വിൽ ട്രൈ. ബിക്കോസ് എനിക്ക് ക്ലിയർ ഇല്ല. കാരണം ഇറ്റ് വാസ് വൺ ഓഫ് ദോസ് പോയിന്റ്സ് ഇൻ ലൈഫ് വെർ യു ഡിഡ് നോട്ട് ലൈക്ക് വെർ യു ഡു നോട്ട് നോ എന്താണ് ചെയ്യേണ്ടത് അടുത്തത്. യു ആർ ക്ലൂലെസ്. അപ്പോൾ ലൈക്ക് അത് എനിക്കൊന്ന് ഹാപ്പിലി ക്ലൂലെസ് എന്നാവും. കാരണം ഐ വാസ് ഓപ്പൺ ടു എനിത്തിങ്. അപ്പോൾ
എന്തെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റി പ്ലസ് UPSCൻ്റെ കുറേ സ്കിൽ സെറ്റ് നമ്മൾ പേഴ്സണലി ഡെവലപ്പ് ചെയ്തായിരുന്നു. ഓക്കെ, ഐ ക്യാൻ പുഷ് അല്ലെങ്കിൽ ഐ ക്യാൻ ലേൺ കുറേയും കൂടി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയുള്ള കുറേ സ്കിൽ സെറ്റ് ഐ റിയലൈസ്ഡ് അബൌട്ട് മൈസെൽഫ്. അപ്പോൾ അത് എവിടെ ലെവറേജ് ചെയ്യാൻ പറ്റുന്നുള്ള നോക്കിയപ്പോൾ സ്റ്റാർട്ടപ്സ് ഫെൽ ടു ബി ഭയങ്കര ഒരു നല്ല സ്പേസ് വേർ യു ക്യാൻ ആൻഡ് ഇറ്റ് വാസ് നെയ്ങ്ങർ ഏജ്. അപ്പോൾ അറ്റ് ദാറ്റ് ഏജ് റിസ്ക് ടേക്കിംഗ് കേപ്പബിലിറ്റിയും കൂടുതലാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ലെസ്. അപ്പോൾ ട്രൈ ചെയ്തു, വെൻറ്റ് ഇൻ ഫോർ എ വീക്ക്, റിയലി വർക്കിംഗ് വിത്ത് ഭയങ്കര ഏർലി സ്റ്റേജ് പുതിയൊരു ഐഡിയ. അത് കുറച്ച് ദിവസം മാർക്കറ്റിൽ ക്ലയൻസിനൊക്കെ കാണാൻ പോയി, അവരുടെ റെസ്പോൺസ് കണ്ടു. ദാറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ്. ഓൺ ദി അതർ എൻഡ് സെക്കൻഡ് തിങ് വാസ് ഞാൻ കുറച്ച് എക്സിസ്റ്റിംഗ് സ്റ്റാർട്ടപ്സ് എക്കോസിസ്റ്റത്തിലുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോഴും അത് റാൻഡം സ്ഥലത്തൊക്കെ ഐ മെറ്റ് സമൺ ഹു വാസ് എ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കോർഡിനേറ്റർ ബാക്ക് ദെൻ ഇൻ എ ബസ് ഫ്രം ബാംഗ്ലൂർ ടു കാസർഗോഡ് ബാക്ക് ദെൻ. അപ്പോൾ അത് പുള്ളി ഇങ്ങനെ വെറുതെ സ്റ്റാർട്ടപ്പ് സംസാരിച്ച് ആൻഡ് ദെൻ ഇറ്റ് ആക്സിഡൻ്റലി അല്ലെങ്കിൽ മറ്റേ സെറൻഡിപിറ്റി എന്ന് പറയുന്ന പോലെ റാൻഡംലി ഒക്കേർഡ്. ആൻഡ് ദെൻ ബട്ട് വൺസ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് ഐ റിയലി വാട്ട്സ് ഹാപ്പനിങ്. ഈ ഐറ്ററേറ്റീവും ഈ UPSCൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് യു കീപ് ഗ്രോയിങ്, യു കീപ് ലേണിംഗ് എന്നുള്ള ആ ഒരു മോഡ്, ബട്ട് ഓൾസോ കണ്ടിന്യൂസ് ഫീഡ്ബാക്കും ഉണ്ട്. അപ്പോൾ അത് വാസ് റിയലി എക്സൈറ്റിംഗ് ഫോർ മീ. ദാറ്റ്സ് ഹൗ ഐ എൻഡഡ് അപ്പ് ഹിയർ. ഓക്കെ, ഇഷാൻ ഒരു ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്കിൽസ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക? ഓക്കെ, അത് നല്ല ഒരു റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഒരു കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ UPSC ചെയ്ത് വന്നപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ഏത് ഫേസ് ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ട് ഓരോ ടീമിലും കീ അഡീഷൻസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. കാരണം എവ്രിബഡി വുഡ് സ്റ്റാർട്ട് ആസ് എ ജനറലിസ്റ്റ്. നമ്മൾ രണ്ടുപേരുണ്ടാകുമ്പോൾ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. കടയുടെ ഷട്ടർ തുറക്കുന്നത് തൊട്ട് അടയ്ക്കുന്നത് വരെ നമ്മളാണ്, ടു കോട്ട് ആൻ എക്സാമ്പിൾ. അപ്പോൾ അവിടെ നിന്ന് ഡെപ്തിൽ പോകുമ്പോൾ യു നീഡ് എ സ്പെഷ്യലിസ്റ്റ് എല്ലായിനും. ഇപ്പോൾ നമ്മൾ സെയിൽസ് ആവാം, പ്രൊഡക്റ്റ് ആവാം, അല്ലെ ടെക്കിൽ തന്നെ ഇൻഫ്ര ആവാം, അല്ലെങ്കിൽ ഡിസൈൻ ആവാം, UI UX ആവാം. ദ ഫർദർ യു ഗോ യു നീഡ് പീപ്പിൾ ഹു ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ നോൺ ഓഫ് ദീസ്. അപ്പോൾ ഒന്ന് എന്തൊക്കെ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വി ഈവൻ ഇപ്പോഴും സ്മോളർ ടീമായതുകൊണ്ട് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ റോളിൻ്റെ റിക്വയർമെൻറ്റ്. ഓക്കെ, ആൻഡ് ദെൻ വി കം ബാക്ക് ആൻഡ് സീ ഓക്കെ ഇത് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. ഓക്കെ, ആൻഡ് ഐഡിയലി നമ്മളെക്കാളും കൂടുതൽ അറിയുന്ന ആളായിരിക്കണം. ദേ ഷുഡ് കം ഇൻ ആൻഡ് ആഡ് വാല്യൂ ടു ദ എക്കോസിസ്റ്റം. ഏർലിയർ ടീമായതുകൊണ്ട് ആൻഡ് ദെൻ ഹോപ്പിംഗ് നമ്മളെപ്പോഴും ഹോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഒരു ക്യാൻ ലീഡ് അസ് ടു നെക്സ്റ്റ് ലെവൽ. ഓക്കെ, അതൊന്ന്. ഇത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ. അല്ലെങ്കിൽ നമ്മൾ ടീമിൻ്റെ കൾച്ചറൽ ഫിറ്റ് എപ്പോഴും നോക്കും. യു ഷുഡ് ബി ജനറലി ലുക്കിംഗ് ഫോർ ഒരു സ്റ്റാർട്ടപ്പ് കൈൻഡ് ഓഫ് തിങ്. യുവർ പ്രയോറിറ്റീസ് ഷുഡ് ബി അലൈൻഡ് വിത്ത് ദ സ്റ്റാർട്ടപ്സ് പ്രയോറിറ്റി റൈറ്റ് നൗ. അപ്പോൾ ഭയങ്കര ഏർലി സ്റ്റേജ് ആണെങ്കിൽ ഭയങ്കര ജിറ്ററി ആയിരിക്കും. ബൂട്ട് സ്ട്രാപ്ഡ് ആണെങ്കിൽ ഫിനാൻസസ് വുഡ് ബി എ ക്വസ്റ്റ്യൻ. പ്രോബ്ലി ലേറ്റർ സ്റ്റേജിലായിരിക്കും നമുക്ക് വലിയൊരു റിവാർഡ് കിട്ടുന്നത് ഏർലിയർ റിസ്കിന്, അല്ലേ? അപ്പോൾ ആ സമയത്ത് ഇഫ് യു വാണ്ട് എ ലോട്ട് ഓഫ് ഫിനാൻസ് തിങ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലയബിലിറ്റി ഉണ്ട്, അത് ഇല്ലാത്ത ആൾക്കാർ, ഇത് നമ്മളെ സ്റ്റാർട്ടപ്പിൻ്റെ ഇതും ഫേസും അവരുടെ പ്രയോറിറ്റിയും മാച്ച് ആകുമ്പോൾ ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ വരുന്ന പോലെ ആണെങ്കിൽ കുറേയും കൂടി ബെറ്ററാണ്. ആൻഡ് ദെൻ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കൾച്ചർ. ഇപ്പോൾ കഥയിൽ നമ്മൾ ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാൽ ഗ്രോത്ത് സ്റ്റാഗ്നൻ്റ് ആവാൻ പാടില്ല നമ്മളെപ്പോഴും പറയും. വാട്ട് എവർ യു ആർ ഡൂയിങ് ഡു വാട്ട് എവർ നമ്മളകത്ത് യു ക്യാൻ മൂവ് അറൗണ്ട് വിത്ത് ദ റോൾസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലാർജ്ലി അക്രോസ് സ്റ്റാർട്ടപ്പ് സിസ്റ്റം നമ്മൾ ഭയങ്കരമായിട്ട് ഉള്ളതാണ്. ആൾക്കാർക്ക് റോള് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കാം ആസ് ലോങ് ആസ് യു ലൈക്ക് ഇറ്റ് ആൻഡ് യു ആർ റെഡി ടു ലേൺ ഫർദർ ഹെഡ് ആൻഡ് ബിക്കം എൻ എക്സ്പെർട്ട്, അല്ലേ? അപ്പോൾ പുതിയത് ചെയ്യാം, ക്യാൻ ടേക്ക് അപ്പ് ന്യൂ ചാലഞ്ചസ്, ന്യൂ പ്രോഡക്റ്റ് വേർട്ടിക്കൽ വരുമ്പോൾ അതിൻ്റെ റോള് ഓക്കെ യു ഫിഗർ ഔട്ട് എനിക്ക് ഇതായിരിക്കും കൂടുതൽ ചെയ്യാൻ. ആ ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ടപ്സിലുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും മൈൻഡ് സെറ്റും ഉള്ള ഫേസ് ആണെങ്കിൽ ഇറ്റ്സ് എ ഫിറ്റ്. then you can go ahead.
അപ്പോൾ ദീസ് ആർ സം ഓഫ് ദ തിങ്സ്. പണ്ടൊക്കെ സ്കൂൾ കഴിഞ്ഞ് നേരെ കോളേജിൽ പോയി സപ്ലി ഒക്കെ കഷ്ടപ്പെട്ട് എഴുതിയെടുത്തിട്ട് ഡയറക്റ്റ് ജോബിന് പോയാൽ ജോബ് കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അത് അങ്ങനെയല്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അപ്സ്കില്ല് ചെയ്യാണ്ട് ആർക്കും തന്നെ ജോലി കിട്ടുന്നില്ല. ഇപ്പം എൻ്റെയൊക്കെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സും കസിൻസൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, സഫ്ന ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്, എങ്ങനെ ജോലിയിൽ കയറി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പം അപ്സ്കില്ല് ചെയ്യാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളത് അറിയില്ല. അപ്പം അതിന് എന്താണ് ഇഷാന് പറയാനുള്ളത്? പക്ഷേ എൻ്റെ കുറേയും കൂടി പേഴ്സ്പെക്റ്റീവ് ലൈക്ക് ഓൾസോ ഹാവിങ് മെറ്റ് ലൈക്ക് എൻ്റെ ഒരു വേറെ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് ഇതിൽ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഐ ഫീൽ ടേക്ക് എ ലോട്ട് മോർ ടൈം ടു ഫിഗർ ഔട്ട് വാട്ട് ദേ ആക്ച്വലി വാണ്ട്. അപ്പോൾ ആ ഒരു ബ്രേക്കും കൂടിയായിട്ട് കുറേ പേര് ലൈക്ക് ഐ ഹവ് മെറ്റ് 16-year-old ടേക്കിംഗ് ഹോം സ്കൂളിംഗ് ആൻഡ് ദെൻ ഫിഗറിങ് ഔട്ട് എന്താ കരിയറിൽ വേണ്ടതെന്ന്. 16 വയസ്സിൽ ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഐ വാസ് ജസ്റ്റ് ഏത് നോട്ട്ബുക്ക് വാങ്ങിക്കണം, ഏത് സൈസ് വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഷിഫ്റ്റ് ഉണ്ട്. ആക്സസ് ടു ഇൻഫർമേഷൻ ഹാസ് റിയലി ഓപ്പൺഡ് അപ്പ് കുറേ ഡോർ ഓൺ വൺ സൈഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആൻഡ് ദെൻ കരിയർ ഓപ്ഷൻസ് ഹാസ് എക്സ്പ്ലോർഡ്. ഇപ്പോൾ ലൈക്ക് ഏർലിയർ ഇറ്റ് ഷുഡ് ബി ലൈക്ക് യൂസ് ടു ബി BCom ചെയ്യാം അല്ലെങ്കിൽ BBA ചെയ്യാം. ഈ സൈഡിൽ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഒരു ഫ്യൂ തിങ്സ്. അപ്പോൾ യു വെയർ ഗോയിങ് ടു ഡു. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ആദ്യം ഇന്ത്യയിൽ നമ്മളെല്ലാവരും എഞ്ചിനീയേഴ്സ് ആവും, അത് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കുക എന്താവണം. അപ്പോൾ ലൈക്ക് അറ്റ്ലീസ്റ്റ് എമംഗ് എഞ്ചിനീയേഴ്സ് അവിടെ നിന്ന് രണ്ട് സാധനമുണ്ട്. വൺ ലൈക്ക് ഈ ഓപ്ഷൻസ് കൂടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു ഫിഗർ ഔട്ട് വാട്ട് യു ആക്ച്വലി വോണ്ട് ടു ഡു. കൺഫ്യൂസ്ഡ് ആകുന്നതിന് പകരം ലൈക്ക് ഈ മറ്റേ വാട്ട് യു സേ ലൈക്ക് ഓപ്ഷൻസിൻ്റെ ഭാരം കൂടിയിട്ട് അപ്പോൾ അത് ഓൺ വൺ സൈഡ് ഉണ്ട്. മറ്റേ സൈഡിൽ എനിക്ക് തോന്നുന്നു ദർസ് ഓൾസോ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ അല്ലാണ്ട് കുറച്ച് സ്കിൽ ഗ്യാപ്പും ഉണ്ട്. കാരണം മാർക്കറ്റ് ഈസ് റാൻഡംലി ഇവോൾവിങ് 360 ഡിഗ്രി അല്ലേ. അപ്പോൾ നമ്മൾ കോളേജ് പഠിച്ച തന്നെ ആവണമെന്നില്ല എന്ന് മാർക്കറ്റിൽ വേണ്ടത്. അപ്പോൾ ആ ഗ്യാപ്പ് ഫിക്സ് ചെയ്യാൻ യു ഷുഡ് കണ്ടിന്യൂസ്ലി ഗ്രോ. ലൈക്ക് ഏത് റോളിലാണെങ്കിലും ലൈക്ക് യുവർ ചാലഞ്ച് ഈസ് ടു ബി ലൈക്ക് ദ ബെസ്റ്റ് ഇൻ വാട്ട് എവർ യു ചൂസ്. ആൻഡ് ഇപ്പോഴത്തെ എക്കണോമി ഇത്രയും ഫ്ലൂയിഡ് ആയതിൻ്റെ കാരണം യു ക്യാൻ സ്വിച്ച് റോൾസ് ഈവൻ ആഫ്റ്റർ എ വൈ. ലൈക്ക് ഈവൻ ഇഫ് നിയർ 30s 40s ആൾക്കാർ പുതിയ റോൾസ് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര അടിപൊളി കാര്യമാണ്. ലൈക്ക് ആക്സസിബിലിറ്റി, യു ക്യാൻ ലേൺ സംതിങ് ന്യൂ ടുഡേ, കീപ് ബിൽഡിങ് യുവർ പ്രൊഫൈൽ ആൻഡ് ദെൻ ലൈക്ക് ഒരു പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് സംതിങ് ഓൺ യുവർ ഓൺ. അത് ഡെമോക്രാറ്റൈസ് ആയി. അപ്പോൾ ആ ഫ്ലൂയിഡ് സ്ട്രക്ചറിൽ മുമ്പ് ഓക്കെ എഞ്ചിനീയറിംഗ് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ കരിയർ ബിൽഡ് ചെയ്യണം. 15 years ഇൻ എ കമ്പനി യൂസ് ടു ബി തിങ്. ലൈക്ക് പീപ്പിൾ നൗ സ്വിച്ച് 2-3 കൊല്ലാകുമ്പോൾ റോള് സ്വിച്ച് ചെയ്യുന്നു. അതിൻ്റെ ലൈക്ക് സൂപ്പർ എന്താണ് നീബർ റോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ആ ഒരു സാധനം ഹാസ് റിയലി ചേഞ്ച്ഡ് ലൈക്ക് ജോബ് മാർക്കറ്റ് തന്നെ ഭയങ്കര ഫ്ലൂയിഡായി അല്ലേ. അപ്പോൾ ലൈക്ക് കമ്മിങ് ബാക്ക് ടു വെറി സ്റ്റാർട്ടഡ്, ഞാൻ ഇതിൽ എക്സ്പേർട്ടൊന്നുമല്ല, ബട്ട് ഐ ഫീൽ ഒരു സൈഡ് ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മറ്റേ സൈഡിൽ ഒരു ചെറിയ ഗ്യാപ്പും ഉണ്ട്. ബിക്കോസ് ലൈക്ക് യു നീഡ് ടു നൗ ഡിസൈഡ് വാട്ട് യു വോണ്ട് ടു ബി. പക്ഷെ അവിടെ സ്റ്റക്കാവാണ്ട് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈക്ക് ഐ കം ഫ്രം എ വെരി ഐറ്ററേറ്റീവ് മൈൻഡ് സെറ്റ്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ഇഫ് യു ഫീൽ ലൈക്ക് ഓക്കെ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ കരിയർ പാത്ത് നന്നായി തോന്നുന്നു, ട്രൈ ഇറ്റ്. ലൈക്ക് യു ക്യാൻ ഓൾവേസ് ഗെറ്റ് എൻ ഇന്റേൺഷിപ്പ്. ഇപ്പോൾ it's the era of startups. Every startup would be ready to get you on board at least for an internship and like paid it obviously. They'll get you if you are like good enough and passionate enough to do it. Avadana you can figure out karna startup would definitely give you more opportunities to work around the problem കുറച്ച് larger perspective. Like as you can see okay ഇതിൽ ഞാൻ 5 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ആയിരിക്കും ഞാൻ സോൾവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ലെവലിലായിരുന്നു എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടുക. അത് ഒരു ഭയങ്കര നല്ലതാണ്. മുമ്പ് കോർപ്പറേറ്റ്സ് മാത്രം ഉണ്ടെങ്കിൽ, വലിയ കമ്പനീസ് മാത്രം ഉണ്ടെങ്കിൽ യു ആർ പ്രോബ്ലി ഇൻ എ പൊസിഷൻ ഒരു ഹൈറാർക്കി ഫോർ എ ലോങ്ങർ ടൈം. ഇപ്പോൾ അത് ആ ഫ്ലൂയിഡിറ്റി വന്നുകൊണ്ട് അഗെയിൻ കുറച്ചും കൂടി ഫിഗർ ഔട്ട് ചെയ്യാം. ആൻഡ് ഇഫ് ഇറ്റ് ഡിഡ്ന്റ് ലൈക്ക് ഇൻ മൈ ഓൺ കേസ്, ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ചെയ്തത് ഞാൻ ഐ വാണ്ടഡ് ടു ട്രൈ കോഡിങ്. ഓക്കെ, ബിക്കോസ് ഐ കം ഫ്രം എ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഡിഡ് നോട്ട് വർക്ക് ഔട്ട് ഫോർ മീ. തിങ്കിങ് മോർ ദാൻ കോഡിങ് എനിക്ക് ഭയങ്കര ഞാൻ വിചാരിച്ചു ലൈക്ക് ഐ കനോട്ട് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ തിങ്. ഐ വോണ്ട് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. എനിക്ക് അതാണ് ഇഷ്ടം. ഐറോണിക്കലി ഐ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് മൈ ലാപ്ടോപ്പ് സ്റ്റിൽ. പക്ഷേ ദർ ഇസ് സം പേഴ്സൺ ഓൺ ദി അതർ സൈഡ്. അതാണ് ഒരു ബെറ്റർ പാർട്ട്. ലൈക്ക് ഐ മീൻ മീറ്റിംഗ് മോർ ഓഫൻ ദാൻ നോട്ട്. അപ്പോൾ ആ ഒരു സാധനം ഫിഗറിങ് ഔട്ട് വാട്ട് എവർ യു വോണ്ട്. സോ വൺസ് ഐ ഫിഗർഡ് ഓക്കെ എനിക്കിതല്ല, എനിക്ക് then I tried
ഓപ്പറേഷൻസ് ആണോ സെയിൽസ് ആണോ, ബിക്കോസ് ലൈക്ക് എക്സിക്യൂഷൻ ആണോ ഓപ്പറേഷൻ ആണോ, രണ്ട് സാധനങ്ങൾ. ആൻഡ് ദെൻ ഐറ്ററേറ്റീവ്ലി ഐ ഫിഗേർഡ് ഔട്ട് ഐ ക്യാൻ ടോക്ക് ആൻഡ് എക്സിക്യൂട്ട് ബെറ്റർ പ്രോബ്ലി ദാൻ ഓപ്പറേഷണൽ ലെവലിൽ നന്നായി ചെയ്യും. അതായത് നമ്മൾ ഇൻട്രസ്റ്റ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ സ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അവിടെ ഐറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ആ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് യൂസ് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ അത്രയും ഓപ്പൺ ആണ്, അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് ലേൺ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഇപ്പം ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇഷാൻ, അതായത് കോൺസ്റ്റന്റ് ലേണിംഗ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് ഇഷാൻ ഒരുപാട് ലേൺ ചെയ്യുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ, അപ്പോൾ എനിക്ക് ഭയങ്കര I don't know if it's learning ഇതൊരിത്, ബട്ട് ഐ ലൈക്ക് ഗ്യാതറിങ് ഇൻഫർമേഷൻ നൗ. ലൈക്ക് അപ്പോൾ സ്റ്റാർട്ടിങ് ഔട്ട് വിത്ത് ഇപ്പോൾ ഞാൻ കുറച്ച് ബുക്ക് വായിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ വെൻ ഐ എം ഡൂയിങ് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഐ റീഡ് എ ലോട്ട് അബൌട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, പിന്നെ അപ്പോൾ അതൊരു മേജർ ഇതാണ്. ഐ ലവ് റീഡിങ് ബുക്സ്. ഓക്കെ, ഫിസിക്കൽ ബുക്സ് തന്നെ, ലൈക്ക് ഡിജിറ്റൽ ബുക്സ് ഡസൻ വർക്ക് ഫോർ മീ. അപ്പോൾ ഫിസിക്കൽ ബുക്സ് വായിച്ച് അടിവരെയൊക്കെ ഇട്ടിട്ട് പ്രോബ്ലി ഫ്രം എ UPSC ഡേയ്സ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇതാണ് ഒരു സോഴ്സ്. ആൻഡ് ദെൻ ഐ എം കണ്ടിന്യൂസ്ലി ലേണിംഗ് ഫ്രം ഓൺലൈൻ വീഡിയോസ് അല്ലെങ്കിൽ ഓൺലൈൻ സോഴ്സസ്. അപ്പം അത് ഒരു നല്ല പ്രാക്ടീസാണ്. ഇഫ് യു ആർ ഇൻ ലൈക്ക് ഹൈ ഗ്രോത്ത് ആസ്പിറേഷൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടെങ്കിൽ യു കീപ് അപ്ഡേറ്റിംഗ് യുവർ സെൽഫ്. കാരണം ലൈക്ക് ഞാൻ സ്റ്റാർട്ടപ്പിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ എല്ലാവരും തോട്ട് ലീഡർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു വോണ്ട് ടു ലീഡ് സംതിങ്, ഇഫ് യു ആർ ലീഡ് സംതിങ്, you should know about largely around the topic also, so that you can drive conversation. നാളെ പെട്ടെന്ന് ഇതിൻ്റെ അറൗണ്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ നമ്മൾ കിട്ടി, അപ്പോൾ അവരോട് കോൺവെർസേഷൻ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ that can open up multiple windows. It can be a career thing, it can be a partnership thing if you are building, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് ആവാം, ഫ്യൂച്ചർ ടീംമേറ്റ് ആവാം. എന്താണേലും ഈ മൊത്തം ഈ ഈ ലേണിംഗ് ഡ്രിവൺ നെറ്റ്വർക്കിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലൈക്ക് ബിക്കോസ് എൻ്റെ പേഴ്സണൽ സെഗ്മെൻറ്റ് അതാണ്. ലൈക്ക് യു ക്യാൻ talk more and understand more when someone else is talking, context ഉണ്ടാകുമ്പോൾ അതൊന്ന്. പിന്നെ ഐ ഓൾസോ തിങ്ക് ഇതിൽ നേരത്തെ പറഞ്ഞ പോയിന്റ്, ലേൺ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഡു ഐ ലൈക്ക് ഡൂയിങ് ദിസ്. കാരണം ദിസ് ഈസ് വെയർ ഐ എം ഹെഡഡ്, ഇൻഡസ്ട്രി ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇസ് ഇറ്റ് എക്സൈറ്റിംഗ് മീ, ഓ ദിസ് ഡസ്, അപ്പോൾ എനിക്കിത് പ്രോബ്ലി കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സാധനമാണ്. സോ ലൈക്ക് യു സ്റ്റാർട്ട് വിത്ത് പ്രോബ്ലി എ ബുക്ക് ആൻഡ് ദെൻ യു ക്യാൻ ഗോ ഫോർ എൻ ഓൺലൈൻ കോഴ്സ്. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യാം. പക്ഷേ ബേസിക് ഒരു ലെവൽസ് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന യൂസ് ചെയ്യുക ടൂൾസ് കുറച്ച്. ഇപ്പോൾ ജസ്റ്റ് ടു വൈൽഡ്ലി കോട്ട്, ഇപ്പോൾ ChatGPT വന്നപ്പോൾ അത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം, അതിൻ്റെ യൂസ് കേസ് എന്താണെന്ന് നോക്കാം, മേക്ക് ഫൺ തിങ്സ് ഔട്ട് ഓഫ് ഇറ്റ്. ലൈക്ക് ഇപ്പോൾ മേക്ക് ഇറ്റ് റൈറ്റ് റാൻഡം തിങ്സ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ. ആൻഡ് ദെൻ യു ഗെറ്റ് ഓക്കെ ഇത് എനിക്ക് യൂസ്ഫുൾ ആണ് പേഴ്സണൽ ലൈഫിലും, ഓർ ദിസ് ഇസ് സംതിങ് ഐ ലൈക്ക് ഡൂയിങ്. അപ്പോൾ അതിൻ്റെ അറൗണ്ട് എന്തെങ്കിലും വരുമോ എന്നുള്ളത് അത് നാച്ചുറലായിട്ട് ഡ്രൈവ് ചെയ്യും. യു ജസ്റ്റ് ഫോക്കസ് ഓൺ പുട്ടിങ്, കുറച്ചും കൂടി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള എപ്പോഴും തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് പിന്നെ ഡ്രൈവ് ചെയ്യും നമ്മളെ മൊത്തം കരിയർ ആയാലും പ്രോഗ്രസ് ആയാലും ഈവൻ പേഴ്സണൽ ഗ്രോത്ത് ആയാലും അത് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകും. സോ ലൈക്ക് ഗ്രോത്ത് ആ ഒരു മൈൻഡ് സെറ്റും കൂടിയാണ്. ലൈക്ക് ഹൗ വി സേ എനിക്കത് ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ യു വിൽ കീപ് ലേണിംഗ്. And you should have a growth mindset if you are looking to grow. അപ്പോൾ that would be that. മൊത്തത്തിൽ തിരക്ക് പിടിച്ച ജീവിതമാണല്ലോ, ഇപ്പം എല്ലാ സൈഡിലും ഫോക്കസ് കൊടുക്കണമല്ലോ. അപ്പോഴും എങ്ങനെയാണ് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്? ഓക്കെ, നല്ല രണ്ട് പാർട്ട് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് തിരക്ക്, രണ്ട് അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത്. തിരക്ക് ഓക്കെ, ലൈക്ക് കുറേ സ്റ്റാർട്ടപ്പ് ഏർലി ഫേസസ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും everyone in the company has a lot of things to get done, എസ്പെഷ്യലി ഇഫ് യു ആർ ബൂട്ട് സ്റ്റാർട്ട് അല്ലേ. അപ്പോൾ കുറേ കാര്യങ്ങളും കുറച്ച് ആൾക്കാരും കുറച്ച് സമയം, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ അതാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അതേപോലെ തന്നെ ഈ ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ അവിടെ ഒരു ഡെയിലി അപ്ഡേറ്റഡ് ആവാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അല്ല അങ്ങനെയല്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ വൈകിട്ട് ഫുട്ബോൾ കളിക്കാൻ പോവുക, അതൊരു പ്രയോറിറ്റിയാണ്. വീക്കെൻഡ്സിൽ കസിൻസിൻ്റെ വീട്ടിൽ പോവുക, അത് പ്രയോറിറ്റിയാണ്. സോ ബേസിക്കലി യു സ്റ്റിൽ ഹാവ്, അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിക്കുക, ഞങ്ങൾ ചെറുതായിട്ടുണ്ടാകുമ്പോൾ 8-bit ഗെയിംസ് കളിക്കുക, അതൊരു പ്രയോറിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് യു ഹാവ് ഓവർ ടൈം ഓൾസോ. അത് ഇറ്റ് ഗെറ്റ്സ് മോർ ആൻഡ് മോർ സീരിയസ്. കാരണം യുവർ ലോഡ് ഗെറ്റ്സ് ലൈക്ക്
ഹെവിയർ പ്രോബ്ലി നമ്മൾ വലിയ ചാലഞ്ചസ് ഏറ്റെടുക്കുമ്പോൾ അത് അതിൻ്റെ ഗിവ് ആൻഡ് ടേക്ക് സൈഡാണ്. ലൈക്ക് ഇഫ് യു വോണ്ട് ടു ബെറ്റ് ഹയർ യു ഹാവ് ടു റേസ് യുവർ ബാർ ഹയർ അല്ലേ. അപ്പോൾ എപ്പോഴും ആ ബാർ റേസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രയോറിറ്റീസ് റിയലൈൻ ആവുമായിരിക്കും, പക്ഷേ ദർ സ്റ്റിൽ പ്രയോറിറ്റീസ്. ഓക്കെ, സ്റ്റിൽ സ്പെൻഡ് ടൈം വിത്ത് ഫാമിലി, യു വിൽ സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫ്രണ്ട്സ്. അതുപോലെ ഫിറ്റ്നസ് ഒരു ഇതാണെങ്കിൽ അത് ചെയ്യുക, കോണ്ടന്റ് കൺസംഷൻ ആണെങ്കിൽ അത് ചെയ്യുക. അപ്പം ഇതുപോലെ തന്നെ ഒരു പ്രയോറിറ്റിയും കൂടിയാണ് ലൈക്ക് ബീങ് അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളത്. ശരിയാണ്. കോൺസ്റ്റൻ്റ്ലി ഗ്രോ സോ ദാറ്റ് ദ ചാലഞ്ച് യു ആർ ടേക്കിംഗ് ഔട്ട് നാളെ കുറച്ചും കൂടി ഈസിയറാണ്. ഓക്കെ, അപ്പോൾ അതില്ലെങ്കിൽ ഇത് വീണ്ടും കഷ്ടമാണ് ഇപ്പോൾ എന്നുള്ളൂ. അപ്പോൾ അത് ഈ പ്രയോറിറ്റീസിൻ്റെ ഒരു കീ പ്രയോറിറ്റീസ് ഇതെല്ലാം സസ്റ്റെയിൻ ചെയ്യാൻ തന്നെ നമ്മളത് കോൺസ്റ്റൻ്റ്ലി പേഴ്സണലിയും പ്രൊഫഷണലിയും ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ബേർഡൻ ആവും. അത് ബാലൻസ് ചെയ്യാം. അത് എല്ലാവർക്കും അത് ഇഷ്ടമാണെന്നില്ല. അത് പ്രയോറിറ്റി ആകുന്ന ആൾക്ക് സ്റ്റാർട്ടപ്സ് ഭയങ്കര നല്ല സാധനമാണ്. കുറേ പേർക്ക് ഇപ്പോൾ മൈ ഓൺ ബ്രദർ, ഓക്കെ, അപ്പോൾ പുള്ളി വോണ്ട്സ് ടു ഹാവ് കുറേയും കൂടി റിലാക്സ്ഡ് ലൈഫ്, ഒരു 9 to 6. ഹി ലവ്സ് ഇറ്റ്. ഓക്കെ, ആസ് മച്ച് ആസ് ഐ ലവ് ഗ്രൈൻഡിങ് ആൻഡ് ഹസ്ലിംഗ്, പുള്ളി ലവ്സ് ഇറ്റ്. അപ്പോൾ അതിനൊരു റൈറ്റ് ഓർ റോങ് ഇല്ല. വി കം ഫ്രം ദ സെയിം ഹൗസ് ഹോൾഡ്, സെയിം കണ്ടീഷൻസ് ദാറ്റ് വി ഗ്രോ അപ്പ്. പക്ഷേ വി ഹാവ് എ വെരി ഡിഫറെൻറ്റ് വേൾഡ് വ്യൂ വിച്ച് ഇസ് ബോത്ത് റൈറ്റ് ഫോർ ബോത്ത് ഓഫ് അസ്. അപ്പോൾ ആൻഡ് ലൈക്ക് നമ്മൾ ഭയങ്കര പുള്ളി തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ എൽഡർ ബ്രദറാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹി ഓൾവേസ് സെഡ് ലൈക്ക് ഞാനിത് ചെയ്യില്ല, പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഡു. റിലാക്സ് ആയിട്ട് അതുപോലെയാണ് ഞാൻ കുറേയും കൂടി റെസ്റ്റ്ലെസ്. ഐ ലൈക്ക് കീപ്പിംഗ് മൈ സെൽഫ് ആക്റ്റീവ്. ഞാനിങ്ങനെ തലവേദനകൾ എടുക്കുക എന്നുള്ള ഒരു മോഡാണ്. ബട്ട് അത് എങ്ങനെ അത് നോട്ട് നെസസറിലി ഒരു പ്രഷർ ഇതല്ല. ഞാൻ പറഞ്ഞല്ലോ ഐ ലവ് സ്ട്രൈക്കിംഗ് കോൺവെർസേഷൻസ്. സോ ഓൺലി ഇഫ് ഐ have more interesting information, my conversations are better. അപ്പോൾ അത് ഒരു നാച്ചുറൽ ഇതാണ്. അത് ജസ്റ്റ് വർക്കിന് മാത്രം ഹെൽപ്പ് ചെയ്യുന്നില്ല. ആസ് എ പേഴ്സൺ ഐ ഗെറ്റ് ബെറ്റർ കോൺവെർസേഷൻ വിത്ത് മൈ ഫ്രണ്ട്സ്, മൈ ഫാമിലി. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഗ്യാതറിങ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും, കുറേ പ്രയോറിറ്റീസ് ഉണ്ടാവും. മൊത്തത്തിൽ ബാലൻസ് വേറെ ഇറ്റ് ഈസ് ലൈക്ക് അത് ഇത്ര മണിക്കൂർ ഉറങ്ങണം എന്നല്ല. സസ്റ്റൈനബിൾ ആയിട്ട് പോകാനുള്ള ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ വിച്ച് കീപ്സ് യു ഹാപ്പി മോസ്റ്റ് ഓഫ് ദ ടൈം. എല്ലാ സമയത്തും ഹാപ്പി ചെയ്യാൻ പോസിബിൾ ആണെന്ന് തോന്നില്ല. ബിക്കോസ് സ്റ്റാർട്ടപ്പ് ഇങ്ങനെയാണ്. സം ഡേയ്സ് യു വിൽ ഫെയിൽ, സം ഡേയ്സ് വിൽ ബി വെരി. അപ്പോൾ അതുപോലെ ആ പ്രയോറിറ്റി കൂടിയാണ് ജസ്റ്റ് ടു കീപ് യുവർ സെൽഫ് അപ്ഡേറ്റഡ്. അപ്പോൾ ദർ ഇസ് നോ സെപ്പറേറ്റ് തിങ് ദറ്റ് വി ഡു. ഇറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് ഓർ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ഷെഡ്യൂൾ. അതില്ലെങ്കിൽ ഇറ്റ് ഈസ് ഹാർഡർ ടു സസ്റ്റെയിൻ. ഇഷാനിപ്പം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇതിലേക്ക് വരണം എന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്താണ്? നിങ്ങൾ ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്ക് 99% ഉറപ്പാണ് വേറെ ആരും ചെയ്തിട്ടുണ്ട്. അവിടെ വീണ്ടും പഠിക്കണമെന്നില്ല. ഇഫ് യു ക്യാൻ ഹെൽപ്പ് യുവർ സെൽഫ് ബൈ ഐഡൻറ്റിഫൈയിങ് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ യു ക്യാൻ സേ ഹേ ദിസ് യു ക്യാൻ അറ്റ്ലീസ്റ്റ് ഇത് ട്രൈ ചെയ്യേണ്ട എന്നുള്ള സാധനമാണെങ്കിൽ യു ഡോണ്ട് വാണ്ട്. ഓർ യു മൈറ്റ് ഹാവ് എ വൈൽഡ് ഐഡിയ or a wild proposition which might not like നമ്മൾ വിചാരിക്കുന്നത് ഇത് നടക്കൂല. അപ്പോൾ someone else might help us saying hey അല്ലേ ഇത് ആക്ച്വലി നടക്കും, this is great അങ്ങനെ പറയാനുള്ള ബാക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടപ്പിന് ഏറ്റവും കൂടുതൽ ഇനീഷ്യലി വേണ്ടത് കമ്മിറ്റ്മെൻറ്റും വിൽ പവറുമാണ്. അപ്പോൾ അത് രണ്ടും ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വേണം. എക്കോസിസ്റ്റം അത് ക്യാൻ ബി മെൻറ്റേഴ്സ്, ക്യാൻ ബി യുവർ ഇമോഷണൽ സപ്പോർട്ട് സിസ്റ്റം, ക്യാൻ ബി യുവർ ഫ്രണ്ട്സ്. അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ലൈക്ക് ഐ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ലൈക്ക് വിത്തൗട്ട് ഫോർ മീ പേഴ്സണലി വിത്തൗട്ട് ദ പീപ്പിൾ ആൻഡ് സപ്പോർട്ട് ഐ ഹവ് ഹാഡ് ഐ ഡോണ്ട് തിങ്ക് വി കുഡ് ഹാവ് ബിൽഡ് എനിത്തിങ്. ഓക്കെ, രണ്ടാമത്തെ സാധനം പറയുകയാണെങ്കിൽ ഈ ഭയങ്കര അൾട്രാ ഫോക്കസ്ഡ് ആയിരിക്കണം. ഒരു ചെറിയ പീസ് ലീൻ സ്റ്റാർട്ടപ്പ് ബൈബിളായിട്ട് കാണുന്നത് അപ്പോൾ ഐ ഓൾവേസ് ട്രൈ ടു ഫൈൻഡ് എ സ്മോൾ പീസ് ഓഫ് പ്രോബ്ലം, അതിൽ ഏസ് ചെയ്യുക. ദെൻ അവിടെ നിന്ന് സ്പിൽ ഓവർ ഉണ്ടാവും ഉറപ്പായിട്ടും. നിങ്ങൾ ഒരു സാധനം ഭയങ്കര നന്നായിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വിൽ ട്രസ്റ്റ് യു വിത്ത് മോർ തിങ്സ്. ദേ വിൽ ഷെയർ ദെയർ കൺസേൺസ് ആൻഡ് പ്രോബ്ലം, വിൽ ഹെൽപ്പ് യു ബിൽഡ് മോർ തിങ്സ്. അപ്പോൾ അത് ജെനുവിനായിട്ടും ഫോക്കസ്ഡ് ആയിട്ട് ഐറ്ററേറ്റീവ് ആയിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഓക്കെ ഇതാണ് റെസ്പോൺസ്, കെയർ ഫോർ യുവർ കസ്റ്റമേഴ്സ് വാല്യൂ. അവർക്ക് നമ്മൾ ആർക്ക് വേണ്ടിയാണ് സോൾവ് ചെയ്യുന്നത്, ആക്ച്വലി അവർക്ക് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ അവർ പറയുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി സോൾവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഐറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ സ്റ്റാർട്ട് സ്മോൾ, കീപ്പ് ഐറ്ററേറ്റിംഗ്. വേറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ഒരു വിൽ പവർ കോഎഫിഷ്യൻ്റ് വരുന്നത് കോൺഫിഡൻസ്, എക്സ്പെർട്ടീസ് ഇതിൽ ഏതെങ്കിലും ഒന്നിലാവാം. ഓക്കെ, അപ്പോൾ ചൂസ് എ സെക്ടർ വിച്ച് യു തിങ്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അറിവാണെന്നില്ല. വി ആർ ഇൻ ആഡ്സ്
sector now. Like we did not know anything about ads. പക്ഷേ we were passionate about multiple things. ഇപ്പോൾ നമ്മൾ CTO പുള്ളി ഡേ 1 പറഞ്ഞ ഐ വോണ്ട് ടു ബിൽഡ് സംതിങ് ഫോർ 1 million users. ഓക്കെ, അപ്പോൾ അതൊരു ഓക്കെ ഞാൻ അത്ര സ്കെയിലിൽ പ്രോബ്ലം സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ ഐ വോണ്ടഡ് ടു വർക്ക് കുറേ പേരോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സെക്ടറിലായിരിക്കണം. ഐ വോണ്ടഡ് ടു സെൽ നെറ്റ്വർക്ക്. അപ്പോൾ അത് ഫിറ്റ്സ് ലൈക്ക് ഏത് സെക്ടറാണെന്നുള്ളത് വി ഫിഗേർഡ് ഓക്കെ ലൈക്ക് നാച്ചുറലി നമ്മളെ മാർക്കറ്റ് അങ്ങോട്ടേക്ക് ഒഴുക്കി എത്തിക്കും ഇഫ് യു ആർ ഓപ്പൺ ഇനഫ് ടു ചേഞ്ച് ആൻഡ് ദെൻ യു കീപ് പിവട്ടിങ് അക്കോർഡിംഗ് ടു മാർക്കറ്റ് ഫീഡ്ബാക്ക്. പക്ഷേ വി കെപ്റ്റ് സെയിങ് ഹേ ലൈക്ക് വി ആർ ഹിയർ ടു ഡു ദിസ് ആൻഡ് വെൻ ഇറ്റ് ഫെയിൽസ് വി വെർ ഓൾസോ ഹാപ്പി ഇനഫ് ടു സേ ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല, ഇതില്ലെങ്കിൽ നമ്മളല്ല ചെയ്യേണ്ടത് ഓർ ഇതിപ്പോഴല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആൻസേഴ്സ് ലെറ്റ് ഗോ ചെയ്യാനും ഉണ്ട്. പക്ഷേ വെൻ യു നീഡ് വിൽ പവർ ടു ലെറ്റ് ഗോ യു ലെറ്റ് ഗോ, വെൻ യു നീഡ് വിൽ പവർ ടു സ്റ്റേ ഇൻ യു സ്റ്റേ ഇൻ ലൈക്ക് 200%. അപ്പോൾ ആ ബാലൻസ് ലൈക്ക് ദീസ് ആർ സം ഓഫ് ദ തിങ്സ് ദാറ്റ് യു ഷുഡ് ടേക്ക് കെയർ ഓഫ്. ആൻഡ് പിന്നെ ലക്കാണ്, ലക്ക് മേജർ ഫാക്ടർ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലക്ക് ടു ഫൈൻഡ് എ ടീം, റൈറ്റ് ടൈം, റൈറ്റ് മെൻറ്റേഴ്സ്. And then financially, like if you're trying to raise funds, finding that luck with that investor also matters. Okay, so yeah, these are some of the things, but there's no right wrong way ellarum parayna pole. But to figure out our first path, going back to the first point, get a set of a couple of mentors or couple of the walls that you can reflect on. Like arodu parnju that you are not spending too much time or too little time on any problem, or just a basic guidance if you are starting off. Obviously the deeper you go, നമ്മൾ മാസ്റ്ററി ഏത് മെൻറ്റർ ഉണ്ടായാലും നമുക്ക് അവർ അത്ര ഇതാക്കാൻ പറ്റില്ല. പക്ഷേ ബേസിക് ഗൈഡ് ലൈൻസ് ദേ ക്യാൻ ബി ലൈക്ക് ഇത് ചെയ്യേണ്ട, ഓർ ഡോണ്ട് സ്പെൻഡ് ടൈം ഹിയർ, റാദർ ഫോക്കസ് ഹിയർ, അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറേയും കൂടി ബാക്കിയെല്ലാത്തിനും യു വിൽ ഫീൽ സ്ട്രെങ്തൻഡ്. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റാർട്ടപ്പ് is also very glamorous on the outside for like അത് ആ ഫണ്ടിങ് കഴിഞ്ഞ് ന്യൂസ് വരുമ്പോൾ യു സീ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി പീപ്പിൾ റേസിങ് ഫണ്ട്സ്, ബട്ട് യു വിൽ ഓൾസോ ഫീൽ ലൈക്ക് വോ ആ കോമ്പറ്റേറ്റീവ് പ്രഷർ വരാൻ ഭയങ്കര ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ഹൈലി കോമ്പറ്റേറ്റീവ്, ഹൈലി സ്ട്രെസ്, ഹൈലി എക്സ്പോസ്ഡ് ടു ഇൻഫർമേഷൻ എൻവയോൺമെൻറ്റിൽ കീപ്പിംഗ് യുവർ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് സ്റ്റേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇഫ് യു ആർ ഇൻ തോട്ട് ലീഡർഷിപ്പ് പൊസിഷൻ, മെൻ്റൽ ഹെൽത്ത് ഇസ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ നോട്ട് ലൂസ് യുവർ കാം ഓർ യുവർ സ്ട്രേറ്റ് തിങ്കിങ്. അപ്പോൾ നേരത്തെ ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഫോക്കസ്, വിൽ പവർ എല്ലാം വെള്ളത്തിൽ പോകും. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇത്. ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ ബാക്ക് ചെയ്യുന്ന പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പായിട്ടുള്ള ലൈക്ക് ഐ റൺ ഓൾമോസ്റ്റ് എവറി അതർ ഡേ. അപ്പോൾ അത് യു ഫൈൻഡ് യുവർ തിങ്. ഓക്കെ, ലൈക്ക് പക്ഷേ ചാനലൈസ് യുവർ എനർജി സംവെയർ, ലൈക്ക് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുക. കാരണം ദിസ് ഓൾസോ ആഡ്സ് അപ്പ് വെൻ യു ആർ ഡൂയിങ് എ സ്റ്റാർട്ടപ്പ്. മോസ്റ്റ്ലി നമ്മൾ യങ്ങർ ഇതിലാകുമ്പോൾ യു മൈറ്റ് ബി ട്രാവലിംഗ് സം ഓഫ് ദ ടൈംസ്, അവിടെ ആയിരിക്കും അപ്പോൾ ഫുഡ് നോക്കാൻ സമയം ഉണ്ടാവില്ല, ഉറക്കം നോക്കാൻ സമയം ഉണ്ടാവില്ല. രണ്ടും ഒരേ ഇതിൽ കൊണ്ടുപോകാന്നുള്ളതാണ് ആക്ച്വലി. യാ ലൈക്ക് ഓൾമോസ്റ്റ് അത് കാരണം കുറേ സമയം ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല. വെൻ യു ട്രാവലിംഗ് യു മൈറ്റ് ഹാവ് ടു ഹാവ് ലൈക്ക് ഫുഡ് മോശം ഉണ്ടാവും, വർക്ക് കോംപ്രമൈസ് ആവും ഏർലി സ്റ്റേജിൽ. യു മൈറ്റ് നോട്ട് ഹാവ് ദ ലക്സറി ടു ഗോ ഒരു ഡേ മുമ്പ് ആൻഡ് ടേക്ക് എ ഹോട്ടൽ ആൻഡ് സ്റ്റേ. ലൈക്ക് യു മൈറ്റ് ജസ്റ്റ് ബി റീച്ചിങ് ലൈക്ക് ഐവ് ഡൺ ദാറ്റ്. ലൈക്ക് കുറേ ലേറ്റ് നൈറ്റ് ട്രെയിൻസ് എടുക്കുക ജസ്റ്റ് ടു സ്കിപ്പ് ഹോട്ടൽസ്. രാവിലെ അവിടെ എത്തി മീറ്റിംഗ് എടുത്തിട്ട് തിരിച്ചു വരാം. സോ സേവിങ് മണി ദർ, ബൂട്ട് സ്ട്രാപ്ഡ് ആകുമ്പോൾ. ബട്ട് യു മേക്ക് ഷുവർ യു കം ബാക്ക് ആൻഡ് യു ഡോണ്ട് സ്ട്രെച്ച് ഇറ്റ് ഔട്ട് ടു എ ലിമിറ്റ്. യുവർ ബോഡി കാൺ ടേക്ക് ഇറ്റ് ആൻഡ് യു ഫോൾ സിക്ക്. അപ്പോൾ ഇഫ് യു ആർ ഓൾസോ ലീഡിങ് എ ടീം അല്ലെങ്കിൽ യു ആർ വർക്കിംഗ് വിത്ത് മറ്റേ ആൾക്കാർ, യു ബിക്കം എ ബോട്ടിൽ നെക്ക് ഇഫ് യു ആർ സിക്ക്. യു കനോട്ട് ഫോൾ സിക്ക് എന്താണ് ജസ്റ്റ് ബൈ പുഷിങ് ഹാർഡ്, കാരണം അത് കൗണ്ടർ ലോജിക്കാണ്. അതുപോലെ തന്നെ മെൻ്റലി ഇഫ് യു ആർ സ്ട്രെസ്ഡ് യു ആർ നോട്ട് ഹെൽപ്പിംഗ് എനിവൺ. അതായത് നമ്മൾ മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്തും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്, തലക്ക് ഭ്രാന്തായി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആണ്. ബിക്കോസ് ഐ സി എ ലോട്ട് ഓഫ് പീപ്പിൾ, ഇറ്റ്സ് ഗുഡ് ടു ഹാവ് again a set of people to discuss and let go. You see people have made it, പക്ഷെ അവരുടെ സ്ട്രഗിൾ അപ്പോഴേക്കും പോയിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഓ യു മേഡ് ഇറ്റ് യൂണിക്കോൺ ആയി. ഡസൻ സി ഈ സാധനം അവിടെയുള്ള ആൾക്കാർ. ഓക്കെ, ഇപ്പോൾ നമ്മളെ എക്കോസിസ്റ്റത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഫൗണ്ടേഴ്സ് ഡേ ഉണ്ട്. വി ഗെറ്റ് ടു ഷെയർ എ ലോട്ട് ഓഫ് ഇറ്റ്സ് ഫൺ. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ. എല്ലാവരും ഓ നല്ല പണിയാണല്ലേ, ടാസ്ക് ആണല്ലേ, ഇൻ എ വെരി ചിൽ വേ. അപ്പോൾ ആ എക്കോസിസ്റ്റം റിയലി ഹെൽപ്സ്. സോ ഹാവിങ് ദാറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ ദ സെയിം തിങ്, അത്. ആൻഡ് ഇഫ് യു ഹാവ് ഇറ്റ് ഇൻ ഹൗസ്, നമ്മൾ ടീംമേറ്റ്സിൻ്റെ ഇടയ്ക്ക് തന്നെ എവറിബഡി ഈസ് ലൈക്ക് ബ്രോ ഇതാണ്, ലെറ്റ്സ് കീപ്പ് എ ടാപ്പ്
ടാപ്പ് ഓൺ ഈച്ച് അതർ. അത് കഴിഞ്ഞിട്ട് എവറി ഷിപ്പ് വെള്ളം കയറി പുറത്തിറങ്ങാൻ പകരം സെയിലായിട്ട് സ്മൂത്തായിട്ട് പോകണം ഓൺ ദ ടോപ്പ്. ലൈക്ക് താഴെ വേവ്സ് ഉണ്ടാവും എപ്പോഴും. ഓക്കെ, അപ്പോൾ അത് മൊത്തം സ്റ്റെബിലിറ്റി എഫക്റ്റ് ചെയ്യരുത്. പിന്നെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, മെയിനായിട്ട് എടുത്ത് പറയാനുള്ളതായിരുന്നു ബെസ്റ്റ് എമേജിങ് സ്റ്റാർട്ടപ്പിനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇനി സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു so much. Yeah. A lot for the chai. Yeah.